ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയെ ഞാൻ കാണാനിടയായി. ആ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, എൻ്റെ മകൻ ഒരു മണ്ടനാന്ന് എല്ലാവരും പറയുന്നു, ശരിയാണോ? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ മണ്ടനാന്ന് പറയാനുള്ള കാരണം? അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ മോൻ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. എൻ്റെ മോൻ ബുദ്ധിമാനും അതിസമർത്ഥനുമാണ്. ഒത്തിരി നേരം ഇരുന്ന് പഠിക്കും, പക്ഷേ പഠിച്ചിട്ട് ഒന്നും എഴുതാനും വായിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും സാധിക്കാത്ത കുട്ടികളെ നമ്മൾ ബുദ്ധി കുറഞ്ഞ കുട്ടികളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും കണക്ക് ചെയ്യാനുമുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധിയുടെ ലക്ഷണമായിട്ട് കാണുന്നത്. പല കുട്ടികളും വ്യത്യസ്തരായിരിക്കുന്ന പോലെ തന്നെയാണ് ഈ പഠന വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളും വ്യത്യസ്തമാണ്. ചില കുട്ടികൾ കണക്കിൽ അതിസമർത്ഥരായിരിക്കും, പക്ഷെ അവർ അക്ഷരങ്ങളിൽ തട്ടിത്തടഞ്ഞ് വീഴും. അതുകൂടാതെ 88% പഠന വൈകല്യങ്ങളും പാരമ്പര്യങ്ങളാണ്. ചിലരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ടോ? അപ്പം അവർ പറയും, അവരൊക്കെ ഭയങ്കര സമർത്ഥരാണ്, പിന്നെ അധികം പഠിക്കാനൊന്നും അന്നത്തെ കാലത്ത് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠിച്ചില്ല, പക്ഷെ അവരിന്ന് ഉന്നത നിലയിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ പഠിച്ച് ജീവിക്കുന്നവരല്ല, ജീവിച്ച് പഠിക്കുന്നവരാണ്, അതും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒത്തിരിയേറെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട്, അന്ന് 10 കാറ്റഗറിയാണ് അതിനകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2016 ഈ ആക്ട് റിവൈസ് ചെയ്യപ്പെട്ടു. റൈറ്റ്സ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 21 കാറ്റഗറികളുണ്ടായി. അതിലൊന്ന് SLD ആണ്, സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സാം സമയത്തോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് ഒരു ഡോക്ടർ എഴുതി തരുന്നതല്ല, ഒരു ബോർഡ് സർട്ടിഫിക്കറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽസും റിഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസും ഒത്തുചേർന്ന് സസൂക്ഷ്മം ഈ കുട്ടിയെ അസസ് ചെയ്തതിന് ശേഷം അവർ ഈ കുട്ടി ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അതുകൂടാതെ എത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി കുട്ടിയിലുണ്ട് എന്നറിഞ്ഞിട്ട് അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതുകൂടാതെ നമ്മളൊരു ID കാർഡ് കൂടി കരസ്ഥമാക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് എക്സാം കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളല്ല ഇത്. അപ്പോൾ നമുക്ക് പിന്നീട് ഈ ബെനിഫിറ്റുകൾ ഒരു അഡ്മിഷൻ സമയത്തോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ സമയത്തോ വീണ്ടും ബെനിഫിറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ UD കാർഡ് എപ്പോഴും കയ്യിൽ കരുതേണ്ടതാണ്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഡോക്ടർ എഴുതി തരേണ്ടതല്ല, ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ഏതെല്ലാം ഹോസ്പിറ്റലുകളിലാണ് ഈ ബെനിഫിറ്റ് ഉള്ളത്? മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, അതുകൂടാതെ കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി സോഷ്യൽ മിഷൻ ഇവർ ക്യാമ്പ് നടത്താറുണ്ട്. അവിടെ വെച്ചും ഇത് അസസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല, നമുക്കിതിൻ്റെ ഈ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ക്യാമ്പിലോ വെച്ച് നമ്മുടെ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾക്ക് ഡേറ്റും ടൈമും അലോട്ട് ചെയ്ത് തരും. അതിനുവേണ്ടി നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട സൈറ്റാണ് www.swoalambanscards.gov.in. ഈ സൈറ്റിൽ കയറി നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്താൽ നമുക്ക് നിയറസ്റ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എവിടെയാണ് ക്യാമ്പ് നടത്തുന്നത് അവിടെ നമുക്ക് ഡേറ്റും ടൈമും അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഈ കിട്ടുന്ന ബെനിഫിറ്റുകളെല്ലാം ഓരോ കുട്ടിയുടെ അവകാശമാണ്, അത് നേടിയെടുക്കുക. അതുകൂടാതെ നമ്മൾ ഒരു കുട്ടി പഠന വൈകല്യമുള്ള കുട്ടിയാണ് എന്ന് കരുതി നമ്മൾ തള്ളിക്കളയാതെ ഇരിക്കുക. കാരണം ചരിത്രത്തെ മാറ്റിക്കുറിച്ചവരും ചരിത്രം സൃഷ്ടിച്ചവരും ഇങ്ങനെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ കഴിവുകൾ ഏതാണെന്ന് കണ്ടെത്തി അതിനകത്തേക്ക് തിരിച്ചുവിടുക. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് FB പേജിലോ യൂട്യൂബിലോ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്.